എല്ലാവർക്കും അറിയാവുന്നതുപോലെ കുഞ്ഞുങ്ങൾ ഇറങ്ങുന്ന സമയത്താണ് നമ്മൾ കുഞ്ഞുങ്ങളെ നിരത്തി വാരി വെക്കുന്ന സാധനങ്ങൾ చంద్రులో ముక్క చారిందది నక్క నా ఒళ్ళంతా ఆడిందే അതും അവന് മല കമഴ്ത്തി ഇടുമ്പോഴാണ് അവന് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നത്. ഇതെല്ലാം നിരത്തി വാരി ഇട്ട് അതിന് ചുറ്റിനും ഇങ്ങനെ ഇളിച്ച ചിരിയോടെ ഇരിക്കുമ്പോൾ അവന് കിട്ടുന്നൊരു ആനന്ദം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. നമ്മൾ കഷ്ടപ്പെട്ട് എല്ലാം വൃത്തിയാക്കി എടുത്തു വെച്ച് കഴിയുമ്പോഴാണ് അവന് ഉണർന്നത്. അപ്പോഴേക്കും അവന് അടുത്ത കലാപരിപാടി ഒപ്പിച്ചിട്ടുണ്ടാവും. പിന്നെ ഇപ്പോൾ ഞാൻ എല്ലാം എടുത്തു വയ്ക്കുന്ന അതേപോലെ തന്നെ തിരിച്ച് ഇതെല്ലാം മാറുന്ന സമയമാണ്. ഉണർന്നു വരുന്ന ടൈം വരെ മാത്രം ഈ ഒരു അടുക്കും ചിട്ടയും കാണും. അതിനുശേഷം വീണ്ടും നമ്മൾ ഈ പരിപാടി തുടർന്നുകൊണ്ടിരിക്കും. എങ്കിലും എല്ലാ അമ്മമാർക്കും മനസ്സിലാകുന്ന അവസ്ഥയായിരിക്കും ഇത്. ഇപ്പോൾ ഇതിപ്പോൾ ഈ ഒരു റൂമേ ആയിട്ടുള്ളൂ. ഇനി അടുത്ത റൂമിലേക്കും മറ്റു റൂമുകളിലേക്കൊക്കെ കടക്കുമ്പോൾ ഇത് തന്നെ ഇരിക്കും അവസ്ഥ. എങ്കിലും നമ്മൾ വീണ്ടും 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 ഒരേ ആവർത്തി നാറാണത്ത് ഭ്രാന്തനെ പണിയെടുക്കുന്നത് പോലെ തന്നെ നമ്മൾ എന്നും ഇതേ പണി ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മുടെ ജീവിതം തീരുന്നതായിരിക്കും. ആരാ ചിരിച്ചേ? ഇപ്പം കഷ്ടപ്പെട്ട് എടുത്തു വയ്ക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇത് എങ്ങനെ ഇരിക്കുമെന്ന് തോന്നും. ഇരിക്കുന്ന ഇരുത്തം കണ്ടില്ലേ, ടെഡി ബിയറൊക്കെ നേരെ നിവർന്ന്, അതൊക്കെ ഇപ്പം മാറാനുള്ളതേ ഉള്ളൂ. പിന്നെ അടുത്ത കലാപരിപാടി നമ്മുടെ ബെഡ്റൂമിലേക്ക് പോകുന്ന സമയം. അവിടെ ബെഡ്ഷീറ്റൊക്കെ മാറ്റിമറിച്ചിട്ടിട്ടുണ്ടാവും. നമ്മളതെല്ലാം നിവർത്തി വാരി, എന്നാലും ബെഡ്ഷീറ്റ് വല്ലാണ്ട് അവന് വൃത്തികേടാക്കുന്ന സ്വഭാവമില്ല. ഏറ്റവും കൂടുതൽ അവൻ്റെ ടോയ്സ് തന്നെ മറിച്ചിടുന്ന രീതിയാണ്.